നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, രാപ്പകലില്ലാതെ അധ്വാനിച്ചിട്ടും എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ പെരുമാറിയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ നിങ്ങളെ പലപ്പോഴും വില കുറച്ച് കാണുന്നത് എന്ന്? എന്തുകൊണ്ടാണ് ചില ആളുകൾ ഒരു ഇടത്തേക്ക് കടന്നുവരുമ്പോൾ തന്നെ മറ്റുള്ളവർ അവർക്ക് സ്വമേധയാ ബഹുമാനം നൽകുന്നത്, എന്നാൽ മറ്റു ചിലർ എത്രയൊക്കെ സംസാരിച്ചാലും ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ശ്രമിച്ചാലും ആരും അവരെ തിരിഞ്ഞുപോലും നോക്കാത്തത്? മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും ഓടിയെത്തുന്ന ആളായിട്ടും നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് പലപ്പോഴും അവഗണനയും അപമാനവും നേരിടേണ്ടി വരുന്നത്? ഈ ചോദ്യങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ തലവരെയോ ഭാഗ്യമോ ഒന്നുമല്ല. ഇതിന്റെ യഥാർത്ഥ കാരണം നിങ്ങളെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിങ്ങളുടെ നിലവാരമാണ്. ലോകം നിങ്ങളെ കാണുന്നത് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. സ്വന്തം നിലവാരം ഉയർത്താതെ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനമോ സ്നേഹമോ പ്രതീക്ഷിക്കുന്നത് തികഞ്ഞ മണ്ടത്തരമാണ്. ഇവിടെയാണ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ചാണക്യന്റെ പ്രസക്തി. 5000 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞുവെച്ച മനുഷ്യ മനഃശാസ്ത്രത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ ഇന്നത്തെ കാലത്തും 100% പ്രായോഗികമാണ്. എല്ലാവർക്കും നല്ലവനായിരിക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു ശാപമാണ്. നിങ്ങൾ എത്രത്തോളം മൃദുവാകുന്നുവോ അത്രത്തോളം സമൂഹം നിങ്ങളെ ചവിട്ടിമെതിക്കും. അതുകൊണ്ട് നിങ്ങളുടെ നിലവാരം ഉയർത്തേണ്ടത് ഒരു ആവശ്യകതയല്ല, മറിച്ച് അതൊരു അനിവാര്യതയാണ്. നിങ്ങളെ അവഗണിക്കുന്നവർ, നിങ്ങളെ വില കുറച്ച് കാണുന്നവർ, നിങ്ങളെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഉപകരണമായി കാണുന്നവർ, ഇവർക്കെല്ലാം കൃത്യമായ മറുപടി കൊടുക്കാൻ വാക്കുകൾ കൊണ്ടല്ല, നിങ്ങളുടെ ഉയർന്ന നിലവാരം കൊണ്ടാണ് സാധിക്കുക. ചാണക്യൻ പറയുന്ന കഠിനമായ ചില തന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് നാം ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ തന്ത്രങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത് വളരെ സ്വാർത്ഥമായി തോന്നാം, കഠിനമായി തോന്നാം. എന്നാൽ ലോകം പ്രവർത്തിക്കുന്നത് ഈ കഠിനമായ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ തന്ത്രം നിങ്ങളുടെ ലഭ്യത അഥവാ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നതാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു മനഃശാസ്ത്രമാണ് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒന്നിനും അവനൊരു വിലയും നൽകില്ല എന്നത്. അത് പണമായാലും വസ്തുവായാലും ഇനിയൊരു മനുഷ്യന്റെ സാന്നിധ്യമായാലും അങ്ങനെ തന്നെയാണ്. നിങ്ങളെല്ലാവർക്കും എപ്പോഴും ലഭ്യമായ ഒരാളാണെങ്കിൽ, ആർക്കും എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ സമീപിക്കാമെന്ന അവസ്ഥയുണ്ടെങ്കിൽ നിങ്ങളുടെ വില അവിടെ ഇടിയുകയാണ്. വിളിച്ചാൽ അപ്പോൾ ഓടിയെത്തുന്നവരെ ലോകം കാണുന്നത് സഹായികളായിട്ടല്ല, മറിച്ച് സ്വന്തമായി ഒരു ലക്ഷ്യമോ വിലയുള്ള സമയമോ ഇല്ലാത്തവരായിട്ടാണ്. ചാണക്യൻ പറയുന്നു, അമിതമായ അടുപ്പം അവഗണനയിലേക്ക് നയിക്കും. നിങ്ങളുടെ സാന്നിധ്യം വിലപ്പെട്ടതാകണമെങ്കിൽ നിങ്ങളുടെ അസാന്നിധ്യം മറ്റുള്ളവർ തിരിച്ചറിയണം. എപ്പോഴും ലഭ്യമാകുന്ന വെള്ളത്തേക്കാൾ സ്വർണത്തിന് വില കൂടുതലാകാൻ കാരണം അതിന്റെ ലഭ്യതക്കുറവാണ്. അതുപോലെ നിങ്ങളുടെ സമയവും സാന്നിധ്യവും വിലപ്പെട്ടതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക. ചില കാര്യങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ ശീലിക്കുക. നിങ്ങളെ ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ഓടിപ്പോകുന്ന ശീലം ഇന്ന് തന്നെ നിർത്തുക. നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില നൽകിയാൽ മാത്രമേ മറ്റുള്ളവരും അതിന് വില നൽകുകയുള്ളൂ. നിങ്ങളുടെ നിലവാരം ഉയർത്തുന്നതിന്റെ ആദ്യത്തെ പടി നിങ്ങളുടെ ലഭ്യത കുറയ്ക്കുക എന്നത് തന്നെയാണ്. രണ്ടാമത്തെ ഏറ്റവും കഠിനമായ തന്ത്രം നിങ്ങളുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് പങ്കുവെക്കരുത് എന്നതാണ്. നമ്മൾ പലപ്പോഴും വികാരാധീനരായി നമ്മുടെ ഏറ്റവും വലിയ രഹസ്യങ്ങളും നമ്മുടെ കുറവുകളും നമ്മുടെ സാമ്പത്തിക അവസ്ഥകളും നമ്മുടെ ദുർബലതകളും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ പങ്കുവയ്ക്കാറുണ്ട്. എന്നാൽ ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുന്ന നിമിഷം മുതൽ നിങ്ങൾ അവരുടെ അടിമയായി മാറുകയാണ്. കാരണം മനുഷ്യന്റെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം. ഇന്ന് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കുന്ന വ്യക്തി നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറിയേക്കാം. അന്ന് നിങ്ങളെ തകർക്കാൻ അവർ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നിങ്ങൾ തന്നെ അവർക്ക് നൽകിയ നിങ്ങളുടെ രഹസ്യങ്ങളായിരിക്കും. നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ അറിയുമ്പോൾ അവർ നിങ്ങളെ വില കുറച്ച് കാണാൻ തുടങ്ങും. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ നിങ്ങളെ മാനസികമായി തളർത്താനോ ഉള്ള ഒരു പഴുതാണ് നിങ്ങൾ തന്നെ അവർക്കുണ്ടാക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ പരാജയങ്ങളും നിങ്ങളുടെ രഹസ്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ പഠിക്കുക. നിഗൂഢതകളുള്ള മനുഷ്യരെയാണ് ലോകം എപ്പോഴും ബഹുമാനത്തോടെയും ഒരുതരം ഭയത്തോടെയും നോക്കിക്കാണുന്നത്. എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു തുറന്ന പുസ്തകം ആകരുത് നിങ്ങൾ. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ഒരു നിഗൂഢത നിലനിർത്തുന്നത് നിങ്ങളുടെ നിലവാരം വലിയ രീതിയിൽ ഉയർത്താൻ സഹായിക്കും. മൂന്നാമത്തെ കാര്യം അമിതമായ സത്യസന്ധതയും നേരായ സ്വഭാവവും ഉപേക്ഷിക്കുക എന്നതാണ്. ചാണക്യന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു വാചകമുണ്ട്, കാട്ടിലേക്ക് പോയി നോക്കുക, അവിടെ ഏറ്റവും നേരെ നിൽക്കുന്ന മരങ്ങളായിരിക്കും ആദ്യം വെട്ടപ്പെടുന്നത്. വളഞ്ഞു നിൽക്കുന്ന മരങ്ങളെ ആരും പെട്ടെന്ന് വെട്ടാൻ ശ്രമിക്കില്ല. അതുപോലെ സമൂഹത്തിൽ ഏറ്റവും സത്യസന്ധരും എല്ലാവരോടും ഏറ്റവും നന്നായി പെരുമാറുന്നവരുമായ ആളുകളെയാണ് സമൂഹം ആദ്യം ചൂഷണം ചെയ്യുന്നത്. നിങ്ങൾ വളരെ നല്ലവനാണെങ്കിൽ നിങ്ങളെ ആർക്കും എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കും എന്നൊരു ധാരണ മറ്റുള്ളവർക്കുണ്ടാകും. അതുകൊണ്ട് നല്ലവനായിരിക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ ആ നന്മ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ള ഒരു അവസരമായി മാറാൻ പാടില്ല. നിങ്ങളുടെ നന്മ നിങ്ങളുടെ ദൗർബല്യമായി കാണാൻ ആരെയും അനുവദിക്കരുത്. എവിടെ കണിശമായി നിൽക്കണമോ അവിടെ അങ്ങനെ തന്നെ നിൽക്കണം.
തെറ്റുകൾ കണ്ടാൽ ചോദ്യം ചെയ്യാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ശക്തമായി പ്രതികരിക്കാനും സാധിക്കുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ ഗൗരവമായി കാണാൻ തുടങ്ങുന്നത്. ലോകം ബഹുമാനിക്കുന്നത് നല്ലവരെ മാത്രമല്ല, ശക്തരായ നല്ലവരെയാണ്. നിങ്ങൾക്ക് ശക്തിയുണ്ട്, എന്നാൽ നിങ്ങൾ അത് ഉപയോഗിക്കാതെ നല്ലവനായിരിക്കുന്നു എന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ നിലവാരം. അല്ലാതെ തിരിച്ചു പ്രതികരിക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ട് നല്ലവനായി അഭിനയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തോട് താൽപ്പര്യമുണ്ടെന്ന് ഉറപ്പാണ്. അതിനാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. 4ാമത്തെ തന്ത്രം നിങ്ങളുടെ വൈകാരിക നിയന്ത്രണമാണ്. ലോകം നിങ്ങളുടെ കാൽക്കൽ വീഴണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങളുടെ കാൽക്കൽ കൊണ്ടുവരണം. ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് സങ്കടപ്പെടുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിയന്ത്രണം വിട്ട് പെരുമാറുന്ന ഒരാളെ ആരും ബഹുമാനിക്കില്ല. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, അതായത് മറ്റൊരാളുടെ ഒരു വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ അങ്ങേയറ്റം സന്തോഷിപ്പിക്കുകയോ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ അവരുടെ കയ്യിലാണെന്ന് അർത്ഥം. ചാണക്യൻ പറയുന്നു, ഒരു മികച്ച വ്യക്തി തന്റെ വികാരങ്ങളെ ഒരിക്കലും മറ്റുള്ളവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കില്ല. നിങ്ങളുടെ സന്തോഷവും ദുഃഖവും ദേഷ്യവും ഭയവുമെല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ സാധിക്കണം. ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ പരിഭ്രാന്തനാകാതെ വളരെ ശാന്തമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഒരാളെയാണ് സമൂഹം എപ്പോഴും ഒരു ലീഡറായി അംഗീകരിക്കുന്നത്. ആളുകൾ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മൗനം പാലിക്കാൻ സാധിക്കുന്നത് വലിയൊരു കഴിവാണ്. നിങ്ങളുടെ മൗനം അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. വാചാലതയേക്കാൾ ചില സമയങ്ങളിൽ മൗനത്തിനാണ് ശക്തി കൂടുതൽ. വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരുവന്റെ മാനസിക നിലവാരം വളരെ ഉയർന്നതായിരിക്കും. അത് ലോകം തിരിച്ചറിയുകയും ചെയ്യും. 5ാമത്തെ കഠിനമായ യാഥാർത്ഥ്യം പണത്തിന്റെയും അധികാരത്തിന്റെയും പ്രാധാന്യമാണ്. നാം എത്രയൊക്കെ ആദർശങ്ങൾ പറഞ്ഞാലും ഇന്നത്തെ സമൂഹത്തിൽ പണവും അധികാരവും ഇല്ലാത്ത ഒരാൾക്ക് യാതൊരു വിലയും ലഭിക്കില്ല എന്നതാണ് സത്യം. പണമില്ലാത്തവന് സുഹൃത്തുക്കളില്ല, പണമില്ലാത്തവന് ബന്ധുക്കളില്ല, പണമില്ലാത്തവന് സമൂഹത്തിൽ സ്ഥാനമില്ല എന്ന് ചാണക്യൻ അസന്ദിഗ്ധമായി പറയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ നിലവാരം ഉയർത്താനുള്ള ഏറ്റവും മികച്ച മാർഗം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ്. പണം സമ്പാദിക്കുക എന്നത് ഒരു തെറ്റായ കാര്യമല്ല, അതൊരു ആവശ്യമാണ്. നിങ്ങളുടെ കഴിവും സമയവും ഉപയോഗിച്ച് നിങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയർത്താൻ നിരന്തരം ശ്രമിക്കുക. നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. പണമുള്ളപ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നത്. നിങ്ങൾക്ക് അറിവുണ്ടാകാം, എന്നാൽ ആ അറിവിനെ ബഹുമാനിക്കണമെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി വിജയിച്ച ഒരാളാകണമെന്ന് സമൂഹം കരുതുന്നു. അതിനാൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കും സാമ്പത്തിക വിജയത്തിലേക്കും കേന്ദ്രീകരിക്കുക. ബാക്കിയുള്ളതെല്ലാം തനിയെ നിങ്ങളെ തേടിവരും. 6ാമത്തെ തന്ത്രം വിഡ്ഢികളുമായുള്ള സഹവാസം പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ്. ഒരു വ്യക്തിയുടെ നിലവാരം അളക്കുന്നത് അയാൾ ആരോടൊപ്പമാണ് സമയം ചിലവഴിക്കുന്നത് എന്ന് നോക്കിയാണ്. ലക്ഷ്യബോധമില്ലാത്ത, എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം മാത്രം പറയുന്ന, നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകളുമായി നിങ്ങൾ സമയം ചിലവഴിച്ചാൽ നിങ്ങളുടെ നിലവാരവും അവരുടേതിന് തുല്യമായി മാറും. ചാണക്യൻ പറയുന്നു, ഒരു വിഡ്ഢിയോട് തർക്കിക്കാൻ നിൽക്കുന്നത് അവനേക്കാൾ വലിയ വിഡ്ഢിത്തമാണ്. കാരണം അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. മാത്രമല്ല, അവർ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് താഴേക്ക് വലിച്ചിടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളെ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക. നിങ്ങളെക്കാൾ അറിവുള്ള, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന, ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ള ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. കഴുകന്മാരോടൊപ്പം പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കോഴികളോടൊപ്പം ചികയാൻ നിൽക്കരുത്. നിങ്ങളുടെ നിലവാരം നിങ്ങളുടെ സൗഹൃദ വലയത്തിന്റെ നിലവാരത്തെ ആശ്രയിച്ചിരിക്കുന്നു. മോശം ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിർദാക്ഷിണ്യം വെട്ടിമാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ യാതൊരുവിധ വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകരുത്. 7ാമത്തെ തന്ത്രം നിങ്ങളുടെ ശത്രുവിനെയും രോഗത്തെയും കടത്തെയും ഒരിക്കലും ബാക്കിവെക്കരുത്. ഇത് ചാണക്യന്റെ ഏറ്റവും ശക്തമായ ഒരു നയമാണ്. നിങ്ങളെ ദ്രോഹിച്ച ഒരു വ്യക്തിയോട് നിങ്ങൾ അമിതമായി ക്ഷമ കാണിച്ചാൽ അത് നിങ്ങളുടെ ദൗർബല്യമായി അവർ കാണും. ക്ഷമിക്കുന്നത് നല്ലതാണ്, എന്നാൽ ഒരേ വ്യക്തി വീണ്ടും വീണ്ടും നിങ്ങളെ ദ്രോഹിക്കുമ്പോൾ ക്ഷമിക്കുന്നത് മണ്ടത്തരമാണ്. നിങ്ങളെ അപമാനിച്ചവരോടും നിങ്ങളുടെ പതനം ആഗ്രഹിക്കുന്നവരോടും നിങ്ങൾ കാണിക്കേണ്ട ഏറ്റവും വലിയ പ്രതികാരം നിങ്ങളുടെ വിജയമാണ്. അവർക്ക് മുന്നിൽ ഉയർന്ന നിലവാരത്തിൽ ജീവിച്ചു കാണിക്കുക എന്നതാണ് ഏറ്റവും മികച്ച മറുപടി. അതുപോലെ തന്നെ കടങ്ങളും രോഗങ്ങളും, ഇവ തുടക്കത്തിൽ തന്നെ ഇല്ലാതാക്കിയില്ലെങ്കിൽ അത് നിങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കും. നിങ്ങളുടെ വ്യക്തിപരമായ അതിരുകൾ, ബൗണ്ടറീസ് കൃത്യമായി നിശ്ചയിക്കുക. ആ അതിരുകൾ ലംഘിക്കാൻ ആരെയും അനുവദിക്കരുത്. നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും നിങ്ങളവിടെ തുടരരുത്. ആത്മാഭിമാനമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ സ്വത്ത്. അത് പണയം വെച്ച് നേടുന്ന ഒരു വിജയവും നിലനിൽക്കില്ല. നമ്മുടെ അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തന്ത്രത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 8ാമത്തെയും അവസാനത്തെയും തന്ത്രം നിരന്തരമായ പഠനവും സ്വയം നവീകരണവുമാണ്. ലോകം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്.
ഇന്നത്തെ അറിവ് നാളത്തേക്ക് മതിയാകില്ല. ചാണക്യൻ പറയുന്നു, ഒരു വ്യക്തിയുടെ യഥാർത്ഥ സൗന്ദര്യം അയാളുടെ അറിവാണ്. രൂപഭംഗിയും യൗവനവും കാലക്രമേണ നഷ്ടപ്പെടും. എന്നാൽ നിങ്ങളുടെ അറിവും നിങ്ങളുടെ കഴിവും എക്കാലവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങളുടെ ഫീൽഡിൽ ഏറ്റവും മികച്ചവനാകാൻ ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കുക. പുതിയ കഴിവുകൾ വളർത്തിയെടുക്കുക. നിങ്ങളുടെ വസ്ത്രധാരണം, നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ് എന്നിവയിലെല്ലാം ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരിക. നിങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ വ്യക്തതയും ആഴവും ഉണ്ടായിരിക്കണം. ആവശ്യമില്ലാതെ സംസാരിച്ച് വാക്കുകളുടെ വില കളയാതെ സംസാരിക്കുന്ന ഓരോ വാക്കിനും അർത്ഥവും മൂല്യവുമുണ്ടെന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്ന സമയമാണ് ഏറ്റവും മികച്ച നിക്ഷേപം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ സമയം കളയുന്നതിനു പകരം ആ സമയം നിങ്ങളെത്തന്നെ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുക. നിങ്ങളുടെ കഴിവ് കണ്ട് ലോകം നിങ്ങളെ തേടി വരണം. അതാണ് യഥാർത്ഥ വിജയം. ചുരുക്കത്തിൽ, നിങ്ങൾ നിങ്ങളെത്തന്നെ വില കുറച്ച് കാണുന്നത് നിർത്തുമ്പോൾ മാത്രമാണ് ലോകം നിങ്ങളെ വിലമതിക്കാൻ തുടങ്ങുന്നത്. മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി കാത്തുനിൽക്കാതെ സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരുവന്റെ നിലവാരം ലോകത്ത് മറ്റാരെക്കാളും മുകളിലായിരിക്കും. ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എളുപ്പമല്ല. അതിന് വലിയ മാനസിക നിയന്ത്രണവും നിശ്ചയദാർഢ്യവും ആവശ്യമാണ്. എന്നാൽ നിങ്ങളത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ നേരിട്ട് കണ്ടറിയാൻ സാധിക്കും. അനാവശ്യ ബന്ധങ്ങൾ ഒഴിവാക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, സാമ്പത്തിക വിജയം നേടുക, സ്വന്തം കഴിവുകളെ വളർത്തുക. ഇതെല്ലാം നിങ്ങളുടെ നിലവാരം ഉയർത്തുന്ന ഘടകങ്ങളാണ്. നിങ്ങൾ നിങ്ങളെ ഒരു സ്വർണമായി കണ്ടാൽ മാത്രമേ ലോകം നിങ്ങൾക്ക് സ്വർണത്തിന്റെ വില നൽകുകയുള്ളൂ. നിങ്ങൾ നിങ്ങളെ ഒരു ഇരുമ്പായി കണ്ടാൽ ലോകം നിങ്ങളെ ഇരുമ്പായി മാത്രമേ പരിഗണിക്കൂ. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കേണ്ടത് നിങ്ങളാണ്, അല്ലാതെ ഈ സമൂഹമല്ല. മൃദുവായ സ്വഭാവം മാറ്റി നിങ്ങളുടെ ആത്മാഭിമാനത്തിന് വില നൽകി നിങ്ങളുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങുക. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ തേടിവരുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്നു മുതൽ നിങ്ങളുടെ നിലവാരം ഉയർത്തുക. ലോകം നിങ്ങളുടെ കാൽക്കൽ വീഴും. തീരുമാനം നിങ്ങളുടേതാണ്.